ദിതീദേവിയുടെ പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. എങ്ങനെ എന്നാണ് ചോദ്യം. അങ്ങനെ അസുരന്മാരായിട്ട് ദിതീദേവിക്ക് ഉണ്ടായ 2 കുട്ടികൾ എങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇവിടുത്തെ വിസ്തരിച്ച് പറയണം എന്നാണ് ഇപ്പോൾ വിതുരൻ്റെ ആഗ്രഹം. അപ്പോൾ പറഞ്ഞു, ശരി, ബ്രഹ്മാവ് പണ്ട് ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ ഐതിഹ്യകഥ, അതുകൊണ്ടാണ് അത് പരസ്യമായത്, ഇല്ലെങ്കിൽ രഹസ്യമായിട്ടിരിക്കുകയുള്ളൂ. അങ്ങ് ചോദിച്ചതുകൊണ്ട് പറയാം. രഹസ്യകഥ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഉണ്ടായി എന്ന് പറയുമ്പോൾ സംശയമില്ലല്ലോ. ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ ഉണ്ടായി എന്ന് പറയാണ്ട് പറ്റുമോ? അപ്പോൾ ഭഗവത് അനുഗ്രഹത്തിൻ്റെ കഥയാണ്. നാളത്തെ നരസിംഹാവതാരത്തിനുള്ള പശ്ചാത്തലം കൂടി ഇവിടെ കാണാമെന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ഭഗവത് കഥകളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ സനകാദികൾ പലയിടത്തും സഞ്ചരിച്ച് വൈകുണ്ഠത്തിലെത്തിയപ്പോൾ കാവക്കാർ തടുത്തു, ദേഷ്യം വന്നു, ശുണ്ഠിയെടുത്ത് ശപിച്ചു. ആ 2 അസുരന്മാർ ആണ് ദിതീഗർഭത്തിൽ വന്നത്. അതിനുണ്ടായി ഒരു കാരണം. എന്താ അത്? സന്ധ്യാസമയത്ത് കശ്യപൻ ഭർത്താവ് അതിഥി ദിതി ധനു കാഷ്ട അരിഷ്ട സുരസ ഇളാമിനി ക്രോധവശ താമ്ര സ്വരവി സരമാതിവി 13 പേരെയാണ് കല്യാണം കഴിച്ചത് കശ്യപൻ. അപ്പോൾ കശ്യപന് 13 പേരിൽ അതിഥിയോട് അധികഷ്ടമുണ്ടെന്ന് ദിതി വിചാരിക്കും. ദിതിയോടൊക്കെയാണ് അധികഷ്ടമെന്ന് അതിഥി വിചാരിക്കും. പ്രഹ്ലാദൻ അതുതന്നെയാ ഭഗവാന്റെ സ്തുതിയിൽ നരസിംഹത്തിനെ സ്തുതിക്കുമ്പോൾ പറയണത്, ബഹ്യസപജ്ഞ ഇവ ഗേഹ പതിം ലുനന്തി. ഈ സ്നേഹം അധികമായാലും കുഴപ്പമാണ്. 13 ഭാര്യമാർ സ്നേഹം കൊണ്ട് ഭർത്താവിനെ കയറിട്ട് കെട്ടി വലിക്കുക അത്രേ 13 ദിക്കിലേക്ക്. ഇങ്ങോട്ട് വരൂ, കാപ്പി കഴിക്കാം. അപ്പോൾ മറ്റേ സ്ത്രീ ഭാര്യ, ഇങ്ങോട്ട് വരൂ, ഇവിടെ കാപ്പി കഴിക്കാം, ഞാൻ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങോട്ട് വരൂ. 13 കയറിട്ട ഒരാളെ 13 ഭാര്യമാർ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് കഴിക്കൂ, ഇങ്ങോട്ട് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ ഇവിടെ പലക ഇട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ ഇല വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ കഥ എന്താവും? ഇത് പ്രഹ്ലാദൻ്റെ സ്തുതിയിലുള്ളത്. ബഹ്യ സപജ്ഞൈവ ഗേഹപതിം ലുനന്തി. എന്താ ഏടത്തി വലിക്കണേ? ഞാൻ ഇങ്ങോട്ട് വലിക്കും. ഏടത്തി അനീത്തിമാരെ 13 പേരെ കശ്യപനെ 13 ദിക്കിലേക്ക് വലിച്ചാൽ കശ്യപൻ തൂങ്ങല്ലാണ്ട് വല്ല നിവൃത്തിയുണ്ടോ? ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് കേട്ടാൽ കശ്യപൻ്റെ കഥയാണെന്ന് തോന്നുന്നുണ്ടോ? അതോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബഹ്യസപജ്ഞൈവ ഗേഹപതിം ലുനന്തി. ഇന്ദ്രിയങ്ങളുടെ അധീശനായിരിക്കേണ്ടുന്ന നമ്മൾ ഇന്ദ്രിയങ്ങൾ 10 നമ്മളെ 10 കിലിക്ക് വലിക്കണത്. അതൊക്കെ അടിമയാവുകയല്ലേ ചെയ്യണത്? കഥയൊക്കെ പോട്ടെ, കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗൂഢമായി പറഞ്ഞുകൊണ്ടാണ് കഥ പറയണത്. ഇപ്പോൾ ദിതീദേവി സന്ധ്യയ്ക്ക് ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഭർത്താവ് അപ്പുറത്തും നമഃശിവായ കശ്യപൻ. ദിതീദേവി ചോദിച്ചു, എൻ്റെ സഹോദരിമാരൊക്കെ പ്രസവിച്ചു 12 പേരും. ഇപ്പോൾ അവിടുത്തെ ഭാര്യയായിട്ടുള്ള 13 പേരിലുള്ളതിൽ ഞാൻ മാത്രമേ പ്രസവിക്കാണ്ടുള്ളൂ. എന്താ അതിന് കാരണം എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. അവിടത്തേക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്, ഞാനൊട്ട് പ്രസവിക്കണമില്ല. അപ്പോൾ മറ്റ് സ്ത്രീകളൊക്കെ എന്നെ കളിയാക്കില്ലേ, എന്താ ദിതി നിനക്ക് മാത്രം പ്രസവമൊന്നുമില്ലേ, നിന്നെ ഇഷ്ടമുണ്ടാവില്ല ഭർത്താവിനൊന്നും അവർ തെറ്റിദ്ധരിക്കില്ലേ, അതിനിടവെക്കരുത്. വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം എന്നാണ് തോന്നിയത്. കശ്യപൻ പറഞ്ഞു, സാരമില്ല, ആഗ്രഹങ്ങളൊക്കെ വിധേയനാവാം, ഭർത്താവ് തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ സന്ധ്യ കഴിയുന്നത് വരെ നമ്മൾ മഹാദേവനെ സേവിക്കുക, നമഃശിവായ ജപിച്ചിരിക്കേണ്ട സന്ധ്യാസമയത്ത് വേറെ ചിന്തകൾ പാടില്ല. ദാമ്പത്യാർത്ഥ ഉമാംസതിയും പാർവതീ പരമേശ്വരന്മാരെ സേവിക്കുന്നവർക്കാണ് നല്ല ദാമ്പത്യം ഉണ്ടാവുക തന്നെ. ഇപ്പോൾ നാളെ തിരുവാതിര വളരെ പ്രസിദ്ധമാണ്. ദേവീക്ഷേത്രങ്ങളിൽ തിരുവാതിര പൂജ അല്ലേ, നടതുറപ്പ് മഹോത്സവം തിരുവൈരാണിക്കുളത്ത്. അപ്പോൾ ഇതൊക്കെ പ്രത്യേകമായിട്ടുള്ളതാണ്.
പാർവതീ പരമേശ്വരന്മാരെ പൂജിക്കൽ ആവശ്യമാണ്. അപ്പോൾ ദിതി കളിയാക്കണ മട്ടിൽ പാർവതീ പരമേശ്വരന്മാരെ പൂജിക്കലോ നമശിവായ ജപിക്കലോ ഒന്നുമല്ല സന്താനം ഉണ്ടാവാൻ വേണ്ടതെന്ന് എനിക്കൊക്കെ അറിയാം. അപ്പം അത് കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ വർത്തമാനമായി എന്ന് തോന്നി. ഇനി അധികം ഭാര്യയെ കൊണ്ട് പറയിപ്പിച്ചാൽ മോശമാവും എന്ന് തോന്നി. അദ്ദേഹം കൂടുതൽ സംസാരിക്കാതെ ദിതിയുടെ ആഗ്രഹങ്ങളൊക്കെ വിധേയനായി. തേവാരം കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് കുളിക്കാൻ പോയി. വീണ്ടും രാത്രി കുളി കഴിഞ്ഞ് വന്ന് തേവാരം തുടങ്ങി. അപ്പോഴും ഭക്ഷണം കഴിക്കാനോ ദിതിയുടെ അടുത്തേക്കോ വരണില്ല. അപ്പോൾ ദിതി അപ്പുറത്ത് ഭസ്മം കുറിയിട്ട് ജപിച്ചു. ചോദിച്ചു, ഇവിടത്തേക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്ന്. ചോദിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പം ദേഷ്യം വന്നു. നേരെ ദേഷ്യപ്പെട്ടില്ല അദ്ദേഹം, ഇപ്പം ദേഷ്യപ്പെട്ടു. നമ്മളാണെങ്കിൽ പലകയെടുത്ത് എറിയുകയും അങ്ങനെ വലുതൊക്കെ സാഹസം ചെയ്യും. കശ്യപനായതുകൊണ്ട് അതൊന്നും ഉണ്ടായില്ല. ഒരു വാക്കിലൊക്കെ ഒതുക്കി. നിൻ്റെ ഗർഭത്തിൽ വന്ന 2 പേര്, 2 കുട്ടികൾ ഭൂലോകം മുഴുവൻ കിടുകിടുകൾ വിറപ്പിക്കുന്ന അസുരന്മാരാവും. അതിലൊരാളുടെ മകൻ വലിയ ഭാഗവതോത്തമനായി മാറും. അത് നിനക്ക് അനുഗ്രഹമായിട്ട് തരണു. നിൻ്റെ ദുഷ്പ്രവൃത്തിക്ക് സന്ധ്യാസമയത്ത് തേവാരം മുടക്കിയതിന് ഫലം അനുഭവിക്കും. അതാണ് അസുരന്മാരാവുമെന്ന് മുൻകൂട്ടി പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ കുട്ടികളോട് പറയില്ലേ സന്ധ്യയ്ക്ക് ഒന്നും കഴിക്കരുത്, വിഷം ഉണ്ടത്രേ സന്ധ്യയ്ക്ക് അധികം. അപ്പോൾ അനവധി ജന്തുക്കളെ കൊല്ലാനുള്ള വിഷം സന്ധ്യാസമയത്ത് പ്രകൃതിയിലെ തന്നാലെ ഉണ്ടാവും. അതുകൊണ്ട് സന്ധ്യയ്ക്ക് കിട്ടുന്ന പഴം, സന്ധ്യയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ സന്ധ്യാസമയത്ത് കഴിക്കരുത് എന്ന് പറയണത് വെറുതെ അല്ലാന്ന് ഇവിടെ കാണിച്ചു തരണം. അപ്പോൾ മാനസികമായിട്ടും ഈ വിഷം സഞ്ചാരം ഉണ്ടാവുമ്പോൾ അവർക്കും പകർന്നു കിട്ടാം. അങ്ങനെയാണ് അസുരന്മാരുടെ ജനനം. ദിതിദേവി പറഞ്ഞു, എൻ്റെ മക്കൾ അസുരന്മാരായിത്തീരും എന്നിപ്പോൾ ഇവിടുന്ന് മുൻകൂട്ടി പറഞ്ഞു. സാരല്ല, മകൻ്റെ മകൻ പ്രഹ്ലാദൻ മഹാകേമനാവും. ആ വക അനുഗ്രഹവും കൊടുത്തു. ദിതിദേവി ഹൃദയത്തിൽ അല്ലെങ്കിൽ ഗർഭത്തിൽ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിതുരൻ ചോദിക്കേ, എന്നാൽ അതിൻ്റെ കാരണവും കൂടി ഇനി വിസ്തരിക്കാം. അപ്പോൾ സനകാദികൾ വൈകുണ്ഠത്ത് പോയി ശപിച്ച കഥകളാണ് ഇനി ഇവിടുന്ന് അങ്ങനെയുള്ള അധ്യായത്തിൽ വിവരിക്കുന്നത്.